നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കടകളൊക്കെ വർണ്ണ മനോഹരമായി പ്രകാശമാനമായി കടകളും വീടുകളും അലങ്കരിച്ച് ഭവനങ്ങളൊക്കെയും മനോഹരമായ സ്റ്റാറുകളും ലൈറ്റുകളും ഒക്കെ ഇട്ട് അലങ്കരിച്ച് ക്രിസ്മസിനെ വരവേൽക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. എന്നാൽ ക്രിസ്മസിനെ സ്വീകരിക്കുവാൻ വരവേൽക്കുവാൻ ലൈറ്റുകളും മനോഹരമായ ക്രിസ്മസ് ട്രീകളും അലങ്കാരങ്ങളുമൊക്കെ നമ്മൾ ഇടുമ്പോൾ എന്താണ് ക്രിസ്മസ്? യേശുക്രിസ്തുവിന്റെ ജനനത്തെ ആഘോഷിക്കുന്ന ആഘോഷമാണ് ക്രിസ്മസ്. എന്നാൽ യേശു എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതായ ആവശ്യമുണ്ട്. യേശു എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്? യേശുക്രിസ്തുവിന് മുന്നോടിയായിട്ട് യേശുക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ എന്ന് പറയുന്നതായ വ്യക്തിയെ ദൈവം യേശുവിന് വഴിയൊരുക്കുവാൻ മുന്നോടിയായിട്ട് അയച്ചു. യേശുക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ കടന്നു വന്ന സ്നാപയോഹന്നാൻ, പ്രവാചകനായിരുന്ന സ്നാപയോഹന്നാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, യേശു എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. യേശു എന്തിനാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. എന്തുവാണ് പ്രകാശം? ജീവിതത്തിന്റെ ഇരുട്ട് മാറി സ്വർഗീയമായ ദൈവികമായിട്ടുള്ള വെളിച്ചം ഒരു മനുഷ്യന്റെ ഉള്ളിൽ തരുവാൻ, അതിനുവേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നത്. യേശു തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു, എന്നെ അനുഗമിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല. ലോകത്തിന്റെ സൃഷ്ടിതാവായ യേശുവാണ് ലോകത്തിന്റെ വെളിച്ചം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഇരുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈശാചികമായിട്ടുള്ള ശക്തികളാണ് ഇരുട്ട്. പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടത് എന്ന് ദൈവത്തിന്റെ വചനമായ ബൈബിൾ പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഇരുട്ട് മാറുവാൻ, ജീവിതത്തിൽ പ്രകാശം വരുത്തുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. അതേ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. ലോകം യേശുക്രിസ്തു മുഖാന്തരം ഉളവായി. ലോകമോ യേശുവിനെ അറിഞ്ഞില്ല. യേശു സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ യേശുവിനെ കൈക്കൊണ്ടില്ല. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ യേശു അധികാരം കൊടുത്തു. പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പല്ല യേശു ലോകത്തിൽ ഉണ്ടായിരുന്നത്. ലോകത്തിന്റെ സൃഷ്ടിതാവായ ദൈവം നേരത്തെ ലോകത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ലോകത്തിന് യേശുവിനെ അറിയില്ലായിരുന്നു. യേശുവിനെ ലോകത്തിന് അറിയാത്തത് കൊണ്ട് യേശു മനുഷ്യനായി ഒരു ജന്മമെടുത്തുകൊണ്ട്, കന്യകയായ മറിയത്തിൽ കൂടെ ജന്മമെടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ ജാതനാകുവാനിടയായി തീർന്നു. എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു അങ്ങനെ ഒരു ജന്മം എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനവ കുലത്തിന് രക്ഷ നൽകുവാൻ, മനുഷ്യന് സമാധാനവും ദൈവത്തോടുള്ള നിരപ്പും നീതിയും ലഭിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വരുവാനായിട്ടിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ സന്തോഷം, വെളിച്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ഈ ഭൂമിയിൽ വന്ന സമയത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്തിട്ടുണ്ട്. സമാധാനവും സന്തോഷവും നൽകി കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിനെക്കാട്ടിൽ ഏറ്റവും ഉപരിയായി യേശു നൽകിയത്, കാരണം യേശു മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, അടക്കം ചെയ്തവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ വ്യക്തികളൊക്കെ പിന്നെയും മരിച്ചു. യേശു ഉയർത്തെഴുന്നേൽപ്പിച്ച വ്യക്തികൾ പിന്നെയും മരിച്ചു. അതൊക്കെ
രോഗസൗഖ്യവും അന്ന് കൊടുത്തതായ മരണത്തിൽ നിന്നുള്ള പുനരുത്ഥാനവും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ താൽക്കാലികം മാത്രമായിരുന്നു. എന്നാൽ ദൈവം നൽകുന്നത് ഏറ്റവും വലിയ ദാനം താൽക്കാലിക ദാനമല്ല. ദൈവം നൽകുന്ന ഏറ്റവും വലിയ ദാനം ദൈവ സൃഷ്ടിതാവായതുകൊണ്ട് യേശു നൽകുന്ന ഏറ്റവും വലിയ ദാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരിക്കാൻ കിടക്കുന്ന ഒരാൾക്ക് സൗഖ്യം കൊടുത്ത് എഴുന്നേൽപ്പിക്കുന്നതിനെക്കാട്ടിൽ ഉപരിയായി മരണത്തിനപ്പുറമുള്ളതായ ഒരു ജീവിതം, നിത്യമായുള്ള ജീവിതം, ആത്മാവിന്റെ രക്ഷ മനുഷ്യന് നൽകുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു താണഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നത്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവം, നമ്മുടെ പല രോഗികളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സൗഖ്യം നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ അതുപോലെ സാമ്പത്തികമായി ഞെരുക്കമുള്ളപ്പോൾ ഈ സാമ്പത്തിന്റെ പ്രയാസത്തിൽ നിന്നും ഞെരുക്കത്തിൽ നിന്നും ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പല ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി പല ആവശ്യങ്ങൾ വരുമ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ദൈവം തരുന്ന ഏറ്റവും വലിയ ദാനം, അനുഗ്രഹം, ആ ഭൗതികരമായിട്ടുള്ള അനുഗ്രഹമല്ല. കാരണം ഒരാൾ രോഗിയായി ദൈവം സൗഖ്യം കൊടുത്താൽ ആ വ്യക്തി പിന്നെയും മരിക്കണം. സാമ്പത്തിക കടഭാരമുള്ള ഒരാളുടെ കടമെല്ലാം മാറി, സാമ്പത്തികമായി ഞെരുക്കമൊക്കെ മാറി ഒരു ഐശ്വര്യത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് കടന്നു വന്നാലും ആ മനുഷ്യനും മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടേ മതിയാകുകയുള്ളൂ. ദൈവം നിത്യനായ ദൈവമായതുകൊണ്ട്, സർവശക്തനായ സ്നേഹവാനായ ദൈവമായതുകൊണ്ട് കേവലം താൽക്കാലികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ മനുഷ്യന് നൽകിക്കൊടുത്ത് മനുഷ്യനെ വിടുക മാത്രമല്ല ചെയ്തത്, പിന്നെയോ മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് അവന്റെ ആത്മാവിന് രക്ഷ നൽകി, അവന്റെ ആത്മാവിന് മോക്ഷം നൽകി, മനുഷ്യന്റെ ആത്മാവിനെ നിത്യമായ സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ മനുഷ്യനെ കൊണ്ടെത്തിക്കുക. അത് എത്തിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അന്ന് യേശുക്രിസ്തു മനുഷ്യന് നിത്യജീവിതം നൽകുവാൻ, മനുഷ്യന് നിത്യരക്ഷ നൽകുവാൻ യേശു എന്താ ചെയ്തതെന്നറിയാമോ? യേശു തന്റെ ജീവിതം, തന്റെ ജീവൻ, തന്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും മനുഷ്യന് നിത്യജീവിതം നൽകുവാൻ വേണ്ടി തന്റെ ജീവൻ മനുഷ്യന് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. എന്തുകൊണ്ടാണ് യേശു അത് ചെയ്തത്? അത്രത്തോളം യേശു മനുഷ്യനെ സ്നേഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട്, തന്നിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകാതെ സകല മനുഷ്യരും നിത്യജീവനം പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതേ പ്രിയമുള്ളവരെ, യേശു ലോകത്തെ അത്രത്തോളം സ്നേഹിക്കുന്നു. ഒരാൾ പോലും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരാൾ പോലും നാശത്തിൽ വീഴുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് മനുഷ്യന് നിത്യജീവിതം തരാൻ വേണ്ടിയാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആ നിത്യജീവിതം യേശുവിന്റെ രക്തത്തിൽ കൂടെ, യേശുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിൽ കൂടെയാണ് മനുഷ്യന് കരഗതമാകുന്നത്. പ്രിയമുള്ളവര്, ഈ നിത്യജീവിതം പ്രാപിക്കുവാൻ നാം ദൈവത്തിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ദൈവത്തിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ദൈവം കാൽവരി ക്രൂശിൽ നമുക്ക് നിത്യജീവിതം നൽകി തരുവാൻ വേണ്ടി കാൽവരി ക്രൂശിൽ ദൈവം ചെയ്ത പ്രവൃത്തിയെ വിശ്വസിച്ചുകൊണ്ട്, അത് അംഗീകരിച്ചുകൊണ്ട്, യേശുവിനെ രക്ഷകനായി, കർത്താവായി, ദൈവമായി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു വ്യക്തി, കർത്താവേ, ആ നിത്യജീവിതം എനിക്ക് നൽകണമേ, എന്റെ മരണശേഷമുള്ളതായ ആത്മാവിന്റെയും പ്രാണന്റെയും നിത്യമായ ജീവിതം എനിക്ക് നൽകണമേ എന്നൊരു വ്യക്തി ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തുവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈ നിത്യജീവിതം, ഈ നിത്യരക്ഷ, ഈ സൗജന്യമായി ദൈവം ഒരുക്കിയതായ ഈ വിടുതൽ ആ വ്യക്തിക്ക് ദൈവം നൽകുവാനായിട്ടിടയായി തീരും. ആ വ്യക്തിയുടെ മരണശേഷം പിന്നെ ആ വ്യക്തിയുടെ നമുക്കറിയാം ശരീരം ദഹിപ്പിക്കുകയോ സെമിട്രിയിൽ അടക്കം ചെയ്യുകയോ ചെയ്യും. എന്നാൽ ആ വ്യക്തിയുടെ അകത്തിരിക്കുന്നതായ, ശരീരത്തിനകത്ത് വസിച്ചതായ ആ വ്യക്തിയുടെ ആത്മാവും പ്രാണനും എങ്ങോട്ടാണ് പോകുന്നത്? യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപത്തിന് മോചനം കിട്ടി, പാപത്തിന് പ്രായശ്ചിത്തം വരുത്തിയതായ ഒരു വ്യക്തിയാണ് ഈ ലോകത്തിൽ നിന്നും മരണം വഴി മാറ്റപ്പെടുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവും പ്രാണനും യേശു ഇരിക്കുന്നതുമായ സ്വർഗീയ ഭവനത്തിൽ ചെന്ന് ചേരുവാനായിട്ടിടയായി തീരും. അതാണ് വെളിച്ചം, അവിടെയാണ് പ്രകാശം. എന്നാൽ ഒരാള് പാപക്ഷമ കിട്ടാതെ, പാപത്തിന് പരിഹാരം കിട്ടാതെ, യേശുക്രിസ്തുവിൽ കൂടെയുള്ളതായ ആത്മാവിന്റെ രക്ഷ കരസ്ഥമാക്കാതെയാണ് മരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവ് ചെന്ന് ചേരുന്ന സ്ഥലമാണ് നരകം.
അവിടെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവിടെ കൂരിരുട്ടും പല്ലുകടിയും കരച്ചിലുമൊക്കെ ഉണ്ടാകും. അതാണ് ജീവിതത്തിൽ ഇരുട്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു മനുഷ്യൻ പാപം ചെയ്ത് ഇരുട്ടിലേക്ക്, നരകത്തിന്റെ കരാളഹസ്തത്തിലേക്ക്, നരകത്തിന്റെ ഇരുട്ടിലേക്ക്, ആ തീപ്പൊയ്കയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടതായ മനുഷ്യനെ ആ ഇരുട്ടിൽ നിന്നും, ആ അന്ധകാരത്തിൽ നിന്നും വിടുവിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നത്. അതുകൊണ്ടാണ് യേശുവിന്റെ ജനനത്തിന് സ്നാപക യോഹന്നാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഏതോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു. അതേ പ്രിയമുള്ളവരെ, നാം ഇരുട്ടിൽ, നരകത്തിന്റെ കൂരിരുട്ടിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടതായ മനുഷ്യന്റെ ആത്മാവിനെ ആ ഇരുട്ടിൽ നിന്നും, ആ നരകത്തിൻ്റെതായ ഭയാനകതയിൽ നിന്ന് രക്ഷിക്കുവാൻ ജീവന്റെ വെളിച്ചമായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നു. ഒരാൾ യേശുക്രിസ്തുവിന്റെ രക്ഷകനായി, കർത്താവായി, ദൈവമായി ഹൃദയത്തിൽ അംഗീകരിച്ച് യേശുക്രിസ്തുവിൽ കൂടെയുള്ള കാൽവരി ക്രൂശിലെ രക്ഷ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ആ ശയനത്തിൽ തന്നെ ഈ നിത്യജീവിതം, യേശുക്രിസ്തുവിന്റെ വെളിച്ചം ആ വ്യക്തിയുടെ ഉള്ളത്തിലേക്ക് ദൈവം പകരുകയാണ്. അവർ വെളിച്ചത്തിന്റെ മക്കളെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. എന്തുകൊണ്ട് അവർ വെളിച്ചത്തിന്റെ മക്കളെന്ന് അറിയപ്പെടുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ആത്മാവ് ചെന്ന് ചേരുന്ന സ്ഥലം സ്വർഗീയ പർദീസയാണ്. അവിടെ വെളിച്ചമാണ്. വെളിച്ചങ്ങളുടെ പിതാവായ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് അവർ ചെന്ന് ചേരുവാനായിട്ടിടയായി തീരും. അവർ വെളിച്ചത്തിന്റെ മക്കളാണ്. അത് ഏത് വ്യക്തിക്കും ഈ വെളിച്ചം പ്രാപിക്കാം. കാരണം യേശു വന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കാൻ വേണ്ടിയാ, ഏത് മനുഷ്യനും പ്രകാശം തരുവാൻ വേണ്ടിയാണ്. അതേ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൽ കൂടെയുള്ളതായ ഈ പ്രകാശമാകുന്ന സ്വർഗരാജ്യത്തിന്റെ ആ വെളിച്ചം, ദൈവിക രാജ്യത്തിന്റെ ആ വെളിച്ചം പ്രാപിച്ചുകൊണ്ട്, ആത്മാവിന്റെ രക്ഷ പ്രാപിച്ചുകൊണ്ട് ഈ ദൈവരാജ്യത്തിലെ ദൈവ പൈതങ്ങളായി, വെളിച്ചത്തിന്റെ മക്കളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിന് ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ വാക്കുകളെ ചുരുക്കുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുകയാണ്. ഈ ദേശത്തിനായ ദേശനിവാസികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേശം കർത്താവേ സത്യവെളിച്ചമായ അങ്ങയുടെ വെളിച്ചം പ്രാപിക്കുവാൻ, ഈ ദേശത്തിലെ സകല വ്യക്തികളും രക്ഷ പ്രാപിക്കുവാൻ, വെളിച്ചം പ്രാപിക്കാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ. ഏതെങ്കിലും വ്യക്തികൾ നിരാശയോടോ വേദനയോടോ ദുഃഖത്തോടോ പ്രയാസത്തോടെ ഈ സന്ദേശം ശ്രമിച്ചവരുണ്ടെങ്കിൽ അവരുടെയും ജീവിതത്തിൽ ഈ സന്ദേശം ഒരു വെളിച്ചമാകുവാൻ, അനുഗ്രഹവും സമാധാനമാകുവാൻ ഇടയാക്കണം. ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.